ഗുഡ് മോർണിംഗ്. ഇന്ന് മോർണിംഗ് മോട്ടിവേഷൻ ടോക്കൊന്നുമില്ല. ഒരു സീരീസ് കണ്ടു നെറ്റ്ഫ്ലിക്സിൽ, അഡോളസൻസ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളുടെ മനോവികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്താഗതികൾ, അവരുടെ ഫീലിങ്സ്, ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള നമ്മൾ പാരൻസിൻ്റെ അവരെ ഒട്ടും മനസ്സിലാക്കുന്നില്ല. നമ്മളെ അവരും മനസ്സിലാക്കുന്നില്ല. അങ്ങനൊരു ഒഴുക്കിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സീരീസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് ആസ് യൂഷ്വൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറിലുള്ള ഒരു പരിപാടിയാണ്. ഒരു 13 വയസ്സുകാരൻ കിഡ് അവൻ്റെ സ്കൂൾ മേറ്റായ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നു. എന്തിനു കൊല്ലുന്നു? വാട്ട് ഈസ് ദ മോട്ടീവ് ടു കിൽ? അതാണ് സീരീസിൻ്റെ പ്രമേയം. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. അതിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഗംഭീരമായിട്ടുണ്ടത്. ഇതിനകത്തുള്ള പല ടേംസും മനസ്സിലാവാതെ ഞാൻ ഡിക്ഷണറി അല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വന്നു. ഇൻസെൽ, നോയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, നോയൻസ് എൻ്റെ പ്രൊണൗൺസിയേഷൻ പോലും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അന്തം വിട്ട് കുന്തം പോലെ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളുടെ അതായത് ഇന്നത്തെ ഇൻസ്റ്റാ കിഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കിഡ്സ് അവരുപയോഗിക്കുന്ന ടേംസ്, അവരുടെ ഒരു രീതി, ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ഉപകരിക്കുന്നു ആ സീരീസ്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ നല്ല നല്ല സീരീസുകൾ അല്ലെങ്കിൽ നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ എനിക്കും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്താൽ ഞാനും കൂടെ ഒന്ന് കാണട്ടെ കേട്ടോ. കുറച്ച് ദിവസം വീട്ടിലുണ്ട്, അപ്പം സുഖമായിട്ടിരുന്ന് കാണാം. ഈ ബ്രേക്കിംഗ് ബാഡ്, മണി ഹിസ്റ്റും, ഡാർക്കും, നാർക്കോസും, പാതാൾ ലോകും, മിർസാപൂറും ഒക്കെ, പഞ്ചായത്തും, അങ്ങനെയുള്ള എല്ലാം മിക്കതൊക്കെ നോർമൽ കോമൺ സീരീസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെയുള്ള സിനിമകളോ സീരീസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. എന്തായാലും ലവ് യു ഓൾ. താങ്ക്സ് എ ലോട്ട്.